ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എലിസബത്ത് ചേച്ചിയായിട്ട് ആദ്യം കാണിക്കുന്നത്. എലിസബത്ത് ചേച്ചിയുടെ ഫോണിലേക്ക് മുത്തശ്ശൻ്റെ കോള് വന്നു. കോള് കണ്ടപ്പോഴത്തേക്കും ചേച്ചിക്ക് ഭയങ്കര സന്തോഷം. ഓടിച്ചെന്ന് ചേച്ചി എടുത്തു. പെട്ടെന്ന് ആരെങ്കിലും കണ്ടാലോ എന്ന് ഓർത്തത്. വേഗം 4 പാടുമൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ സർ, പറഞ്ഞോളാൻ പറഞ്ഞു. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ കുഴപ്പമൊന്നുമില്ല സാർ എന്ന് ചേച്ചി പറഞ്ഞു. നീ മോളുടെ മനസ്സിനെ ഇപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ മോൾ എന്നും വേണമെന്ന് പറയത്തില്ല, അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കണമെന്നും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് സാറേ എന്നും പറഞ്ഞ് ഈ ചേച്ചി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നോട് നേരത്തെ തന്നെ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ, ഒരു ശല്യം ചെയ്യാത്ത കുട്ടിയാണ്, പിന്നെ അതുകൊണ്ട് ഓരോന്ന് കഴിപ്പിക്കാൻ ഞാനാ അങ്ങോട്ട് ശല്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വേണമെന്നും മോളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണെന്നും മുത്തശ്ശൻ പറഞ്ഞു. ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മിക്കവാറും ആദർശ് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതിലേക്ക് ഉയരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ മുത്തശ്ശൻ ഈ ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ജനിക്കുന്ന കുഞ്ഞുമായിട്ട് അവരെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ സാറേ എന്ന് നമ്മുടെ ചേച്ചി പറയുക. അപ്പോൾ ആരായിരിക്കും അപ്പുറത്തുള്ള ആൾ? അത് മുത്തശ്ശൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് നയനെ ഇങ്ങനെ മനസ്സിൽ പറയുക. ഒരു തരത്തിലും എൻ്റെ മനസ്സെന്താണെന്ന് അവരറിയരുത്, അതിൻ്റെ ഒരു സൂചന പോലും കൊടുക്കരുതെന്നും, പിന്നെ ഇങ്ങനെ മറിഞ്ഞിരുന്ന് സ്നേഹിക്കുന്നതിനും ഒരു സുഖമൊക്കെ ഉണ്ട് എലിസബത്തെ എന്ന് ഈ ചേച്ചി പറയും. അപ്പം നയനിരുന്ന് ആലോചന തുടങ്ങി. അപ്പം ശരി സാറേ, ഞാൻ മോളുടെ കാര്യങ്ങൾ അപ്പം വിളിച്ച് അറിയിച്ചോളാം എന്ന് ചേച്ചി പറഞ്ഞു. എന്നാൽ ശരി ആയിക്കോട്ടെ അതും പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് മുത്തശ്ശൻ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു. നയനിരുന്ന് ആലോചിക്കണേ കേട്ടോ. എന്നാലും എന്തായിരിക്കും അത്, ആരായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചേച്ചി ഇത് ജ്യൂസുമായിട്ട് വന്നു. മോളെ ഈ ജ്യൂസ് കുടിക്കുമെന്നും പറഞ്ഞു. മുത്തശ്ശിയാണെങ്കിൽ എപ്പോഴും വിളിച്ച് ചോദിക്കും, ഞാൻ മോളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ നയന ഇങ്ങനെ നോക്കിയിരിക്കാം. സത്യം പറഞ്ഞാൽ മോളുടെ അമ്മ എന്നെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോഴേ എനിക്കതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് കൂടെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചാലേ എനിക്കത് കേൾക്കുന്നതേ ഇഷ്ടമല്ല എന്നും ആ ചേച്ചി ഇങ്ങനെ പറയുവാണേ. പിന്നെ മൂർത്തി സാറിനോടും അമ്മയോടും എനിക്കൊന്നും മറുത്തു പറയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ നയനെ ചാടി അങ്ങ് എഴുന്നേറ്റിട്ട് മുത്തശ്ശനും വിളിക്കാറുണ്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനെന്ന് ചോദിക്കുമ്പം ഒരിക്കലും ഇല്ല, അദ്ദേഹം വിളിച്ചിട്ടില്ല എന്ന് പറയാണ് നമ്മുടെ ചേച്ചി. പിന്നെ ഞാൻ പറഞ്ഞതാ, അവരാരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞാലേ അതെനിക്ക് കേൾക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന്. മൂർത്തി സാറ് വിളിച്ചില്ലെങ്കിലും അദ്ദേഹമാണ് എനിക്കൊരു ജീവിതമൊക്കെ ഉണ്ടാക്കി തന്നത്, അതിൻ്റെ ഒരു കടപ്പാട് എനിക്ക് എപ്പോഴും അദ്ദേഹത്തോടുണ്ടാകുമെന്ന് ചേച്ചി നയനയോട് പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയായ മോളോട് അതെനിക്കില്ലാതിരിക്കുമെന്ന് ചേച്ചി ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ജ്യൂസ് വേണ്ട ചേച്ചി. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ മോളെ, ഇതെല്ലാ ഫ്രൂട്ട്സും കൂടെ ചേർത്തുണ്ടാക്കിയൊരു ജ്യൂസാണെന്ന് പറയുമ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചാൽ ഉടനെ വൊമിറ്റ് ചെയ്യും, എനിക്ക് അതുപോലെ നല്ല തളർച്ചയുണ്ടെന്നൊക്കെ നേരെ പറയുമ്പോൾ അയ്യോ എന്നിട്ട് എന്ത് പറയാത്തതെന്ന് ചേച്ചി ചോദിച്ചു. അത് പിന്നെ ഉള്ളത് പറയാലോ ചേച്ചി, മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ഈ വിഷമം അത്രയും ഉള്ളത്. എൻ്റെ മനസ്സിനും സുഖമില്ല, അതുപോലെ ആ സുഖമില്ലായ്മയാണ് എന്നെ തളർത്തി കളയുന്നതെന്നൊക്കെ നയന ഇങ്ങനെ ഇവിടെ നിന്ന് പറയുക. ഞാൻ അമ്പലത്തിൽ തളർന്ന് വീണപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് ബോധം വന്നപ്പോൾ മുത്തശ്ശനങ്ങ് പോയെന്ന് നയന പറയുക. പിന്നെ അതെന്നെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. വയ്യെങ്കിലും സ്നേഹത്തിൽ എന്നോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയാമല്ലോ. ഞാൻ ആദർശേട്ടനോട് പറയുന്നില്ലെന്നേ ഉള്ളൂ, പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദർശേട്ടന് വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്യുമെന്നും മുത്തശ്ശനോട് ചിലപ്പോൾ ആദ്യമായിട്ട് ദേഷ്യമൊക്കെ തോന്നുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ളപ്പോൾ എന്നോട് ഒരു മനുഷ്യത്വം കാണിക്കാത്ത മുത്തശ്ശനോട് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും കൊച്ചുമക്കൾ വെറുത്തു പോകില്ലേ എന്നൊക്കെ ഇങ്ങനെയാണ് ചോദിക്കണേ. പിന്നെ അങ്ങനെ അവരെ തമ്മിൽ വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞു. എങ്കിലും ഇപ്പം എന്താണെന്ന് അറിയില്ല, ഏത് നേരവും മുത്തശ്ശനെ കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുക. അതുപോലെ ഞാനത് മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുന്നത്. പിന്നെ രാത്രി കണ്ണൊന്ന് അടച്ചു കഴിഞ്ഞാൽ മുത്തശ്ശനെയാണ് സ്വപ്നം കാണുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകാനേ വലിയ ബുദ്ധിമുട്ട് എൻ്റെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നയന തട്ടി വിടുന്നു. ഇന്ന് രാവിലെ ഫുഡ് കഴിക്കുന്ന സമയത്തും എൻ്റെ മനസ്സിൽ നിറയെ മുത്തശ്ശനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയായിരുന്നെന്നേ. പിന്നെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഫുഡ് പോലും ശരിക്ക് കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് തട്ടി വിടുക. അത് പിന്നെ അപ്പോൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ എങ്ങനെ സാറിനോട് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം അയ്യോ ഇത് പറയൊന്നും വേണ്ട, മുത്തശ്ശിയോടും ഇതൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ മുത്തശ്ശി വന്നപ്പം എനിക്കതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ മൂടി വയ്ക്കുകയാണ് ചെയ്തത്. അതെന്തിനാ മോൾ മൂടി വയ്ക്കുന്നത്, മോൾക്കതങ്ങ് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാനത് പറയില്ല ചേച്ചി, ഇത്രയൊക്കെ ആയിട്ടും ഇതുപോലെ കടുംപിടുത്തം പിടിക്കുന്ന ഒരു മുത്തശ്ശനോട് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞിട്ട് എന്താ ചേച്ചി കാര്യമെന്ന് നയന ചേച്ചിയോട് ചോദിച്ചു.
എന്തായാലും ചേച്ചി എനിക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും വേണ്ട, ഭയങ്കര തളർച്ച, ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പതുക്കെ കയറി കിടക്കുന്നു. ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എന്താ മൂക്ക് വേറെ വല്ല പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നല്ല മനം പുരട്ടലുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചേച്ചി ചോദിച്ചു. അല്ലെങ്കിലേ ഞാൻ മരുന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, ഞാനേ കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞങ്ങ് കിടന്നു. ചേച്ചിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോയി. ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ നയന കണ്ണും തുറന്നിങ്ങനെ നോക്കുക. അപ്പോൾ ഒരേറെ എറിഞ്ഞതാണ്, അത് ഫലിക്കും തന്നെയാണ് നയനയുടെ വിശ്വാസം. ഇതേ സമയത്ത് മുത്തശ്ശൻ അവിടെ ഇരിക്കുക. അങ്ങനെ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ആ ചേച്ചി വോയിസ് നോട്ട് ഇടുവാണ്. നയന പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അതേപടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിയോ അല്ലെങ്കിൽ ടെൻഷനോ അല്ലെങ്കിൽ സങ്കടമോ ഒക്കെ ആയി മുത്തശ്ശനിങ്ങനെ ആകെ നിരാശപ്പെട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ആകെ വിഷമമായി മുത്തശ്ശന്. ഈ സമയത്ത് മുത്തശ്ശൻ്റെ ഫോണിൽ നിന്ന് നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. അപ്പോൾ നയന ഫോൺ എടുത്ത് നോക്കിയപ്പോൾ മുത്തശ്ശൻ്റെ മെസ്സേജ് ആണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി ആ മെസ്സേജ് എടുത്ത് നോക്കുക. അപ്പോൾ നാളെ മോള് നമ്മുടെ കുടുംബക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാവിലേക്ക് വരണമെന്നും എലിസബത്തിനെയും കൂട്ടിക്കൊള്ളാനും പറയുക, ആദർശ് ഉണ്ടാവരുത് എന്നും മുത്തശ്ശൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം. അവനിത് അറിയാനും പാടില്ല എന്നും പറയണു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് എന്തെന്നില്ലാത്തൊരു ഉത്സാഹം, ഭയങ്കര സന്തോഷം. ഇനി ഇന്നത്തെ ദിവസം ഒന്ന് തീർന്നു കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും എന്നൊക്കെ നയന ഇങ്ങനെ സ്വയം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ തുള്ളിച്ചാടും കേട്ടോ സന്തോഷം കൊണ്ട്. അതിനുശേഷം പിന്നെ അവിടെ ദേവയാനിയും അതുപോലെ ജയനും ഒക്കെ അവർ കേക്ക് മുറിച്ചതും ഷെയർ ചെയ്തതും ഒക്കെ വീഡിയോയിലൂടെ കാണുന്നു. അതുപോലെ തന്നെ അവന്തികയും ഇതൊക്കെ കാണിച്ചു കൊടുക്കുക ഇവർക്ക്. എന്നിട്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാനും ഇതിൽ പങ്കെടുത്തേനെന്ന് അവന്തിക പറയാം. അപ്പോഴത്തേക്ക് അബി ഇങ്ങനെ അവന്തികയെ നോക്കുവാണ്. നവ്യ ഉണ്ട് തൊട്ടരിക്കലും. നവ്യ എന്നിട്ട് ഇവർ രണ്ടുപേരെയും കൂടി ഇങ്ങനെ നോക്കുക. ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അബിയെ കാണിച്ചു കൊടുക്കുകയാണ് അവന്തികയെ. അപ്പോൾ അബിയുടെ ഭയങ്കര ദേഷ്യം. അപ്പോൾ എന്താ ഇത് നോക്കാത്തെ അവന്തിക, അവനെ അത് കാണാനുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല എന്ന് ദേവയാനി അവിടെ ഇരുന്ന് പറയുക. ഇത്തവണത്തെ വിഷുവിനെ AN ജ്വല്ലറി ഇതുപോലെ കേക്ക് മുറിച്ച് ആഘോഷിച്ചില്ലായിരുന്നു എന്നും എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അത് ഞാനല്ല ഇവളെ അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും പരാജയപ്പെടില്ല എന്ന് പറഞ്ഞ മൂർത്തി ജ്വല്ലറി അല്ലേ കഴിഞ്ഞ കുറേ നാളായിട്ട് തകർച്ചയിൽ നിൽക്കുന്നത് എന്ന് നവ്യ ഇവരോട് ചോദിക്കും, ഇവരുടെ മുന്നിൽ നിന്നുകൊണ്ട്. ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായിട്ടൊരു വിജയമൊക്കെ കിട്ടി, അതത്ര കൊട്ടി ഘോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് നവ്യ പറയുമ്പം കൊട്ടി ഘോഷിക്കുവടി, ഹനി MD ആയതിനു ശേഷമേ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ ഡീല് നേടുന്നതെന്നും അതത്ര ചെറുതായിട്ട് കാണാനേ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നും പറയുവാണ് നവ്യയോട് ദേവയാനി. ഞാൻ AN ജ്വല്ലറിയിലാണെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ മുകളിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഈ അബി ഇവരോട് പറയുക. വന്തിക്ക് ഇങ്ങനെ ഇരിക്കുവാണോ ഒന്നും അറിയാത്തതുപോലെ. ഇവൻ്റെ മനസ്സ് പഠിക്കാനൊരു യന്ത്രമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്കത് അറിയാൻ പറ്റുമായിരുന്നു എന്ന് ഈ ജയൻ പറയുക. അന്നേരം അത് അറിയാനൊന്നുമില്ല ജയേട്ടാ, അനിയുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനല്ലേ ഇവനും കൂടി AN ജ്വല്ലറിയുടെ MDയുടെ കൂടെ പോയത്. ഇവനെ കൂട്ടിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇത്തവണ എല്ലാം നമുക്ക് അനുകൂലമായിരിക്കും, അത്രയും സമാധാനം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇരിക്കുക. അപ്പം നവ്യ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവന്തികയും. ഈ സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അനി വന്നപ്പോഴത്തേക്ക് അവന്തിക, അനിയേട്ടാ ഞങ്ങൾക്ക് ചിലവൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അത് നിൻ്റെ മുന്നിലെത്തുമെന്ന് അനി അന്നേരം അവന്തികയോട് പറഞ്ഞു. സത്യം പറഞ്ഞ ആദർശിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നില്ല, ഇവിടെ വെച്ചായിരുന്നു കേക്ക് മുറിക്കേണ്ടതെന്ന് ജയം പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വെച്ച് കേക്ക് മുറിക്കാനുള്ള സമയം ആയിട്ടില്ല എന്ന് മുത്തശ്ശൻ അന്നേരം പറയുക. അപ്പോൾ എല്ലാവരുടെ മുഖം അങ്ങ് വാടി. അതിനെല്ലാ അർത്ഥത്തിലും നമ്മൾ AN ജ്വല്ലറിക്ക് മുകളിൽ എത്തണമെന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. അബിക്കും അവന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പഴയ പ്രൗഢിയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതുവരെ ഇവിടെ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നും മുത്തശ്ശൻ പറയുന്നു. ഇനിയൊരു തിരിച്ചുപോക്കില്ല മുത്തശ്ശ, ഇത് മൂർത്തീസ് ജ്വല്ലറിയുടെ അവസാനത്തെ വിജയമാണെന്ന് അഭി മനസ്സിലിങ്ങനെ അവിടെ നിന്ന് നേരം പറയുവാണ്. അത് കഴിഞ്ഞപ്പം എല്ലാവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ടല്ലോ വെച്ചാൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് ദേവയാനി പറയുന്നു. പുറത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു തരുന്ന ആദർശേട്ടനും നയനേട്ടത്തെയും കൂടിയാണെന്ന് പറഞ്ഞ അനിയോട്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നിനക്കുണ്ടായ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അവന് കൊടുക്കണ്ടെന്ന്. നിനക്കെന്താ അത് മനസ്സിലാകാത്തതെന്ന് മുത്തശ്ശൻ ഇവരുടെ എല്ലാവരുടെയും കേൾക്ക ചോദിക്കുന്നു. അവന് കഴിവ് തെളിയിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പോൾ അവനെ ചതിച്ചതല്ലേ അച്ഛാ എന്ന് ദേവയാനി ചോദിക്കുമ്പം ആ ചതിയൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവേ അതുണ്ടാവണം. ഇത്തവണത്തെ ഡീലിൽ ഇവൻ പങ്കെടുക്കുന്നില്ല എന്നൊരു ധാരണ വരുത്തി, അതാണ് ബുദ്ധി. അങ്ങനെ നമ്മൾ പങ്കെടുക്കുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് AN ജ്വല്ലറിക്ക് അബദ്ധം പറ്റിയതെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയണം. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക, ഇവരെ രക്ഷപ്പെടുത്തിയത് നവ്യാണെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. അപ്പോൾ
എതിരാളികൾ ചതിയന്മാരാണെങ്കിൽ അവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കാനെന്ന് മുത്തശ്ശൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ, അതിൽ ആദർശേട്ടൻ്റെ ഒന്നും നീ പറയണ്ട എന്ന് മുത്തശ്ശൻ. നിനക്കുണ്ടായ വിജയം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നീ ശ്രമിക്കണ്ട എന്ന് മുത്തശ്ശൻ പറയണം. ആരുടെ സഹായം തേടിയിട്ടാണെങ്കിലും ഒരു വിജയം കമ്പനിക്ക് ഉണ്ടാകുമ്പം അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ആ കമ്പനിയുടെ MD തന്നെ ആയിരിക്കുമെന്ന കാര്യം മുത്തശ്ശൻ പറയണം. ജയൻ ദേവേനയൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. എല്ലാവരും ബഹുമാനത്തോടെ നോക്കുന്നതും അവരെ തന്നെ ആയിരിക്കുമെന്ന കാര്യവും മുത്തശ്ശൻ പറഞ്ഞ്, പിന്നെ ഈ ഒരു വിജയങ്ങൾ തുടർ വിജയങ്ങളാക്കണമെന്നും അതിലാണ് നിൻ്റെ മിടുക്കിയിരിക്കുന്നതെന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. രണ്ടെണ്ണത്തിനും ആകെ ചളുപ്പ്. അപ്പോൾ അനി, എടാ ഈ വിഷു നിങ്ങൾ തൂക്കി, പക്ഷേ ഈ വരുന്ന ഓണത്തിന് ആ വിജയം ആവർത്തിക്കില്ല എന്നും എന്ത് വില കൊടുത്തും മൂർത്തീസ് ജ്വല്ലറി നമ്പർ 1 ആകുമെന്ന് അനി. എനിക്ക് വെല്ലുവിളിയും പന്തയം വെപ്പും ഒന്നുമില്ല. ഒരു വിജയം കഴിഞ്ഞാലേ അതിൽ മതിമറക്കാറും ഇല്ല എന്ന് പറയുവാണ് അഭി. അപ്പം നീ നോക്കിക്കോടാ, ഇനി AN ജ്വല്ലറി ഒരിക്കലും പച്ച തൊടാൻ പോകുന്നില്ല എന്നും നിന്നെ സഹായിച്ച ഡേവിഡിൻ്റെ തകർച്ചയാണ് ഇനി എൻ്റെയും ലക്ഷ്യമെന്ന് നവ്യ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുക അവിടെ നിന്ന്. അങ്ങനെ ആ ശപഥം ചെയ്ത് അഭി എന്ന് പറയുന്ന ചെകുത്താൻ്റെ മുന്നിൽ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനന്തപുരി ആട്ടോ. നമ്മുടെ അനി റൂമിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അനി നിൽക്കുമ്പോഴേക്കും അമ്മ റൂമിലേക്ക് വലിയ ചിരിയൊക്കെ ചിരിച്ച് കയറി വരുക ജാനകി. അപ്പോൾ ജാനകി ഇങ്ങനെ വന്ന് മോൻ്റെ മുന്നിൽ നിന്നിട്ട്, എടാ ദേ ആരും പ്രതീക്ഷിക്കാത്ത ജയമാണ് നീ നേടിയെടുത്തത് എന്ന് പറയണു. അതുകൊണ്ട് ഇനി നിനക്ക് ആ കസേര നഷ്ടപ്പെടില്ല എന്നും നീ തന്നെ ആയിരിക്കും മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്നും ഈ ജാനകി പറഞ്ഞു. എൻ്റെ അമ്മയെ, ഈ ജയം എന്നത് എൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല, എന്നെ പിന്നിൽ നിന്ന് സഹായിച്ചത് ആദർശേട്ടനും നയനേടത്തിയാണെന്നുള്ള കാര്യം അനി പറയണം. അവരുടെയൊക്കെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ഡീല് നേടിയെന്ന് പറയുമ്പം, എന്നിട്ട് നിൻ്റെ മുത്തശ്ശൻ നിന്നെയാണല്ലോ പുകഴ്ത്തി പറയുന്നത് എന്നിങ്ങനെ ജാനകി ചോദിച്ചു. ആദർശിനേക്കാളും ഈ ജോലിക്ക് നീയാണ് നല്ലതെന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പം, അമ്മ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് അനി അന്നേരം പറഞ്ഞു. പിന്നെ ഇന്ന് നമുക്ക് ഈ ഡീല് കിട്ടിയെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ആദർശേട്ടനും നയനേടത്തിക്കും അവകാശപ്പെട്ടതാണെന്ന കാര്യവും അനി ഇങ്ങനെ ഇവരോടുള്ള കാര്യം പറയുക. നീ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, നിന്റെ കഴിവ് കൊണ്ട് എന്തെങ്കിലും കിട്ടിയാലും അതെല്ലാം ആദർശിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, അമ്മയുടെ ഈ ഒരു സ്വഭാവം അത് അമ്മ മാറ്റണം കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ആദർശേട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നുള്ള കാര്യം അനി പറഞ്ഞു. അന്ന് എന്നെ ഏൽപ്പിച്ച കിരീടം ഞാൻ ആദർശേട്ടന് കൈമാറുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, നിന്നെപ്പോലെ മണ്ടനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നത്തെ കാലത്ത് കാണത്തില്ലടാ. അതെ, ഞാൻ മണ്ടനായതുകൊണ്ടൊന്നും അല്ല, നന്ദികേട് എനിക്കറിയത്തില്ല, തല മറന്ന് ഞാൻ എണ്ണ തേക്കാറുമില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു അനി. എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് അവസാനം ചേട്ടനെ വിളിച്ച് വരുത്ത്, എന്നിട്ട് അവന് നിന്റെ കസേര അങ്ങ് ഒഴിഞ്ഞു നീ കൊടുക്കുക. അതിന് തന്നെയാണ് പോകുന്നതെന്ന് അനി. അതിനി അധികം നാളൊന്നും കാത്തിരിക്കേണ്ടി വരത്തില്ല എന്നും ആദർശേട്ടനും ഏട്ടത്തിയും ഉടനെ ഇവിടേക്ക് തിരിച്ചു വരുമെന്നും പിന്നീട് പഴയതുപോലെയായിരിക്കും കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറഞ്ഞ് അനി നിൽക്കുമ്പം, ഇനിയിപ്പോൾ നിൻ്റെ MD കസേര തിരക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിട്ടോ അനിയെന്ന് അമ്മ പറയുമ്പം, സഹിക്കാൻ പറ്റത്തില്ല അമ്മ സഹിക്കേണ്ടെന്നേ, പക്ഷെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ അനി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജാനകിക്ക് കലിപ്പ്. അർഹതയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, ഇപ്പോഴും ആദർശേട്ടൻ്റെ വെറും നിഴൽ മാത്രമാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ, നീ എന്താടാ ഇങ്ങനെയായി പോയത് എന്ന് ജാനകി ചോദിച്ചു. അതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഓർമ്മ വെച്ച നാൾ മുതലേ ആദർശേട്ടൻ്റെ താഴെയേ ഞാൻ നിന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ മരണം വരെയും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന കാര്യങ്ങളും അനി പറയാം. എൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും വല്യച്ഛൻ്റെ മുകളിലേക്ക് പോകുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്യച്ഛനെ ധിക്കരിക്കുന്നത് അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് കണ്ട് വളർന്ന ഞങ്ങൾക്ക് ആ ഒരു ശീലമേ ഇണങ്ങത്തുള്ളമ്മേ. പിന്നെ അമ്മ മറ്റൊന്നും ചിന്തിക്കണ്ടെന്നും മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ കാണിക്കുന്ന നന്ദുവിനെ കേട്ടോ. നന്ദു ഓഫീസിലിരുന്ന് ജോലികളും കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോഴേക്കും അവിടുത്തെ ASI അങ്ങോട്ടേക്ക് വന്നു. മാഡം, അതെ, അപ്പം ഞാനിന്നേ കുറച്ച് നേരത്തെ പോവാം കേട്ടോ, കാര്യങ്ങളൊക്കെ സാർ ഡീൽ ചെയ്തോളണമെന്ന് പറഞ്ഞു. ശരി മാഡം എന്ന് പറഞ്ഞു. അല്ല, ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോഗ്രാമോ മറ്റോ ഉണ്ടോ മാഡം എന്ന് ചോദിക്കുമ്പം, ഒന്ന് നേരത്തെ വീട്ടിലെത്തണം, അമ്മയായിട്ടൊരു ഫംഗ്ഷന് പോകണമെന്ന് നന്ദു. അപ്പോൾ അമ്മയോടൊപ്പം ആണോ അതോ മൂർത്തീസ് ജ്വല്ലറിയിലെ പയ്യനൊപ്പം ചുറ്റാനാണോ എന്ത് ദൈവത്തിനറിയാം എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ നന്ദു ചോദിച്ചു, എന്താ ആലോചിക്കണേന്ന്. ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. അല്ല മാഡം, അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളില്ലാതെ നേരത്തെ പോകാറില്ലല്ലോ എന്ന് ചിന്തിക്കായിരുന്നു. അതറിയാമല്ലോ, അതുപോലെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണെന്ന് നന്ദു ഇദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാവൂ, അതും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാത്ത കാര്യങ്ങളെല്ലാം സാർ എന്നെ ഹാൻഡിൽ ചെയ്തോളണമെന്ന് നന്ദു ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പം
എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമ്മുടെ നന്ദു ഒരുങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കനക അത് കണ്ടു. ഇവളെന്താ ഇന്ന് പതിവില്ലാത്ത പോലെ നിന്ന് അങ്ങ് ഒരുങ്ങുന്നിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ, ആരാ കാണിക്കാനാണോ എന്തോ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനക ചിന്തിക്കുക. എന്നിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്താന്ന് അത്ര ഒരുക്കം? എവിടെ ഇങ്ങനെ കല്യാണത്തിന് മറ്റോ നീ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ സമയത്താണോ അമ്മേ കല്യാണത്തിന് പോകുന്നത്? അപ്പോൾ പിന്നെ കല്യാണ റിസപ്ഷൻ ആയിരിക്കും അല്ലേ? ഞാൻ കല്യാണത്തിനും റിസപ്ഷനൊന്നും അല്ല പോകുന്നത്. ഇന്ന് പോലീസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം, അതിന് പങ്കെടുക്കാൻ പോവുകയാണെന്ന് നന്ദു. അപ്പോൾ എവിടെ വെച്ചാൽ മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പം അത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് ഇങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു. ഹോട്ടലിലോട്ടൊക്കെ പോകുന്നത് കൊള്ളാം, പക്ഷെ അത് മീറ്റിങ്ങിന് തന്നെ ആയിരിക്കണം കേട്ടോ എന്ന് കനക പറഞ്ഞപ്പോൾ അമ്മയ്ക്കിത് എന്തിൻ്റെ അസുഖമാണ്, എന്നെ എന്തിനിങ്ങനെ സംശയിക്കുന്നതെന്ന് ചോദിച്ചു നന്ദു. നീ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എനിക്ക് സംശയിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയോ നീ എന്ന് കനക. SI ആയതുകൊണ്ട് പിന്നെ ഒരു ഫോൺ കോൾ വന്ന് ഉടനെ ഇറങ്ങി ഓടണമല്ലോ. പക്ഷെ വിളിക്കുന്നത് പോലീസുകാരാണോ അത് വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. വേറെ ആരെന്നെ വിളിക്കാനമ്മേ? അവൻ തന്നെ, നിൻ്റെ അനി. ഓ എൻ്റെ പൊന്നമ്മേ, അനി ഇപ്പം എന്നെക്കാളും തലവേദനയും പിടിച്ച് നടക്കുക. അവനിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ MD. അവൻ എന്നെ വിളിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അത് ശരി, അപ്പം സമയമുള്ളപ്പോൾ അവൻ വിളിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എൻ്റെ അമ്മ ഞാൻ പറഞ്ഞത്. ആദർശേട്ടനെയും ചേച്ചിയും പോലും അവനെ തിരിച്ചു വിളിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ആര് പറഞ്ഞു തിരിച്ചു വിളിക്കാൻ പറ്റുന്നില്ല എന്ന്? ആദർശമോനോട് ഓരോരോ സംശയങ്ങൾ ചോദിച്ചിട്ടല്ലേ അവനാ MD കസേരയിൽ കയറി ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ ഏതായാലും അവനെ കാണാനല്ല ഇപ്പോൾ പോകുന്നത്, ഇന്നത്തെ മീറ്റിംഗ് ഒഴിവാക്കാനൊന്നും പറ്റത്തുമില്ല. അന്നേരം പോലീസിൻ്റെ മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ പോകണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷേ അമ്മയും അച്ഛനെയും മണ്ടന്മാരാക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മേ അങ്ങനെയാണെങ്കിൽ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ വീട്ടിനകത്ത് തന്നെ കയറി ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിനകത്ത് കയറി ഇരുന്നാലേ ഞാനും നിൻ്റെ അച്ഛനും വേണ്ടാന്നൊന്നും പറയാനൊന്നും പോകുന്നില്ല. നീ കാക്കിയിട്ട് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് പേടിയുള്ള കാര്യമാണ്. കണ്ണി കണ്ട ക്രിമിനൽസൊക്കെ ആയിട്ട് തല്ലും വഴക്കും കൂടുമ്പോഴേ ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടും കിട്ടുമല്ലോ, ഒന്നും രണ്ടും ഒക്കെ. അപ്പോൾ അതൊക്കെ വലിയ കനത്തിന് കിട്ടിയാലേ അത് മാത്രം മതി ജീവിതകാലം കിടന്നു പോകാനായിട്ട്. കിടക്ക മാത്രമല്ല, ചിലപ്പോൾ ചത്തൊന്നും വരുമെന്ന്. അതൊക്കെ ഈ ജോലിയുടെ ഭാഗമാണെന്ന് നന്ദു പറയുമ്പോൾ അതൊക്കെ കൂടെ തന്നെ നീ വീട്ടിലിരുന്നാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ കനക പറയും. കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ്, ഇതെനിക്ക് കളയാനൊന്നും പറ്റത്തില്ല എന്ന് നമ്മുടെ നന്ദു. ജോലിക്ക് പോകണ്ടെന്ന് ഇവിടെ ആരും നിന്നോട് പറയുന്നില്ല, പക്ഷെ നീ ജോലിക്ക് പോകുന്നതിനോടൊപ്പം ബാക്കിയുള്ളവർക്ക് നീ ജോലി ഉണ്ടാക്കാൻ നിൽക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് കനക പറഞ്ഞത് കേട്ടോന്നും ചോദിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കും. അപ്പം നീ എന്താ പുറപ്പെടാത്തത് എന്നിങ്ങനെ അനി നന്ദുവിനോട് ചോദിക്കുമ്പോൾ നീ വിളിക്കാത്തതുകൊണ്ടാണ് പുറപ്പെടാത്തതെന്ന് പറഞ്ഞു. എടി എന്തിനാടി എൻ്റെ കോള് വരാൻ കാത്തിരുന്നത്, ഇതെനിക്ക് പുറപ്പെട്ടുവിടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ എത്താറായല്ലോ എന്ന് പറഞ്ഞു. അയ്യോ എന്നാൽ ഞാനും പുറപ്പെടുവാണെന്നും പറഞ്ഞുകൊണ്ട് നന്ദു. അല്ല നീ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റിയിട്ടല്ലേ വരുന്നേ? അപ്പം അമ്മയ്ക്ക് സംശയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്നാൽ പിന്നെ ശരി വെച്ചോ ഞാൻ ഇറങ്ങാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും അനിയുടെ വണ്ടിയിലേക്ക് ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ചു. അങ്ങനെ അദ്ദേഹം അനിയുടെ ദേഹത്തേക്ക് കുഴഞ്ഞു വീണു. അയ്യോ ചേട്ടാ ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് അത് ഭയങ്കര അപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അനി ഡോറ് തുറക്കുക, ആ ചേട്ടൻ വന്ന് വണ്ടി കയറും ഒരുമിച്ചായിരുന്നേ. എന്നിട്ട് നാട്ടുകാരും ഉണ്ട്. അപ്പം അനിയോട് എല്ലാവരും വഴക്കുണ്ടാക്കും. അപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇടിച്ചിട്ട് കുറച്ച് പൈസ തന്നിട്ട് പോകാൻ നോക്കുന്നതൊക്കെ ചോദിച്ചാൽ ഭയങ്കര ദേഷ്യം. അപ്പം ഓട്ടോ ഏട്ടാ അയാൾ പറഞ്ഞതുപോലെ വണ്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അപ്പം ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് കുറച്ച് പൈസയും കൊടുത്തു. അങ്ങനെ എന്നിട്ട് അയാളെയൊക്കെ അനി പറഞ്ഞു വിട്ടു. എനിക്ക് മൊത്തത്തിലൊരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയി, മൊത്തം പ്രശ്നമായി. അനി ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. കാരണം സന്തോഷമായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ഒരു ഇതിങ്ങനെ വന്ന് വീണതിൻ്റെ ആ ഒരു നിരാശ, അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.